ഹലോ നമസ്കാരം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമുക്ക് സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന മുട്ടക്കറിയിൽ നിന്നും മുട്ട റോസ്റ്റിൽ നിന്നും ഒക്കെ മാറി ഒരു വ്യത്യസ്ത രീതിയിൽ ഉണ്ടാക്കി നോക്കാം. അടിപൊളി ടേസ്റ്റാണ്, സിമ്പിളായിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം. അഫ്ഗാനി എഗ് കറി. അതിനായിട്ടൊരു പാനിലേക്ക് കുറച്ച് എണ്ണയോ ബട്ടറോ ഒഴിച്ച ശേഷം 2 സവാളയും ഒരു 6-7 വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 3-4 പച്ചമുളകും ഒരു 10 കാഷ്യൂ നട്ട്സും എല്ലാം കൂടി ഇട്ട് ഒന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കണം. ഒരുപാട് അങ്ങ് ബ്രൗൺ കളർ ഒന്നും ആക്കണ്ട. ഉള്ളിയൊക്കെ ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി കിട്ടിയാൽ മതി. ഇതിനകത്ത് നമ്മൾ മുളക് പൊടി അധികം യൂസ് ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ പച്ചമുളക് എരിവിനനുസരിച്ച് ചേർക്കാം. ഇപ്പോൾ ഇത് പാകത്തിന് വഴന്നു വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ ഒരു പിടി മല്ലിയില കൂടി ഇടുകയാണ്. അത് തണ്ടോടുകൂടി തന്നെ ഇടാം. എന്നിട്ട് സ്റ്റൗ ഓഫ് ചെയ്ത് അത് തണുക്കാനായിട്ട് വയ്ക്കാം. അത് നന്നായി തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇതിനെ ട്രാൻസ്ഫർ ചെയ്ത് ഒരല്പം വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് ഇത് അരച്ചെടുക്കാം. ഇനി ഒരു പാനിലേക്ക് അല്പം എണ്ണയോ നെയ്യോ ഒഴിച്ച ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് റോ മസാലാസ്, ഒരു 2 ബേ ലീഫ്, കുറച്ച് കുരുമുളക്, ഒരു ചെറിയ കഷ്ണം പട്ട, 2-3 ഗ്രാമ്പു, 3-4 ഏലക്ക ഇതെല്ലാം കൂടി ഇട്ടൊന്ന് പൊട്ടിയ ശേഷം അതിലേക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ഇട്ട് നന്നായിട്ട് അതൊന്ന് വഴറ്റിയെടുക്കണം. ഒരു 5 മിനിറ്റ് നമുക്ക് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും, 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ജീര പൗഡറും, ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടി ചേർത്ത് അത് നന്നായിട്ട് അതും ഒന്ന് ചൂടാക്കിയെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് കട്ട തൈര് ഉടച്ച്, അധികം പുളിയില്ലാത്തതായിരിക്കണം, അതും കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് ഗ്രേവിയുടെ കൺസിസ്റ്റൻസി എത്ര വേണോ അത്രയും വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് അതൊന്ന് എണ്ണ തെളിഞ്ഞ് വരാൻ വേണ്ടി നമുക്ക് അടച്ചു വയ്ക്കാം. ഗ്രേവി റെഡിയായി വരുന്ന സമയം കൊണ്ട് നമുക്ക് മറ്റൊരു പാനിൽ ഒരു ഇത്തിരി എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു അല്പം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒരു ഇത്തിരി ഉപ്പും കൂടി ഇട്ട് നമ്മളെടുത്ത് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ടയിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. അധികം ഫ്രൈ ആവണ്ട, ഒരുപാട് ഫ്രൈ ആയിക്കഴിഞ്ഞാൽ അത് ഹാർഡായിപ്പോയി അതിൻ്റെ പുറം ഭാഗമൊക്കെ. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ ഗ്രേവിയിൽ എണ്ണയൊക്കെ തെളിഞ്ഞ് റെഡിയായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഒരല്പം ക്രീമും ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത ശേഷം ഈ വറുത്ത് വെച്ചിരിക്കുന്ന മുട്ട അതിലേക്കിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് എല്ലാം ഒന്ന് സെറ്റാകാനായിട്ട് കുക്ക് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ, നമ്മുടെ അഫ്ഗാനി എഗ് കറി റെഡി ആയിട്ടുണ്ട്. ഇന്ന് ഞാനിത് അപ്പത്തിൻ്റെ കൂടെ സെർവ് ചെയ്യാനായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ഏറ്റവും സൂപ്പറായിട്ടുള്ള ചപ്പാത്തിയുടെയും പെറോട്ടയുടെയും കൂടെയാണ്. നിങ്ങൾ ഇതുവരെ ഇത് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യൂ, ഇഷ്ടമാവും തീർച്ച. ഒരു ചേഞ്ച്, അത് ആർക്കാണ് ഇഷ്ടമല്ലാത്തത്?